ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ CHS പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പേഴ്സൻറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ പ്രാക്ടിക്കൽ ബേസ്ഡ് സബ്ജക്റ്റുകളാണ് ഉള്ളത്. ടോട്ടൽ മാർക്ക് 100 ദെൻ തിയറി, പ്രാക്ടിക്കൽ, പ്രോജക്റ്റ്, വൈവ ഇതിനെല്ലാം തന്നെ അതിനുള്ള ബ്രേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40%, 30%, 20%, 10%. ഓക്കെ, ഒരു കാൻഡിഡേറ്റ് 80% തിയറിക്ക് സ്കോർ ചെയ്തു, 70% പ്രാക്ടിക്കലിന് സ്കോർ ചെയ്തു, 60% പ്രോജക്റ്റിന് സ്കോർ ചെയ്തു, 50% വൈവയ്ക്ക് സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ആക്ച്വലി ഈ കൊടുത്തിരിക്കുന്നത് ബ്രേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെയിറ്റേജ് ആണ്. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ എല്ലാ മാർക്കിനും ഒരേ ഇത് വെയിറ്റേജ് ആയിരിക്കത്തില്ലല്ലോ, ആ വെയിറ്റേജ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സ്കോർ ചെയ്ത മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിയറിക്ക് 80%, 100ന്റെ 80% എത്ര? 80 തന്നെ. ഓക്കെ, പ്രാക്ടിക്കലിന് 70%, 100ന്റെ 70%, 70 തന്നെ. ദെൻ പ്രോജക്റ്റിന് 60%, ദെൻ വൈവയ്ക്ക് 50%. ഇനി ഇതിന്റെ വെയിറ്റേജ് ആണല്ലേ നമ്മൾ നോക്കേണ്ടത്, വെയിറ്റേജ്. അതായത് ആക്ച്വലി ഇതിന് 80% കിട്ടിയെങ്കിലും അത് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ 40%ന്റെ എഫക്റ്റിലേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ 80ന്റെ 40% 32, 80ന്റെ 40% 32. അതുപോലെ തന്നെ അടുത്തത് 70 മാർക്ക് സ്കോർ ചെയ്തെങ്കിലും അതിന്റെ 30% നമ്മൾ വെയിറ്റേജിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ 21. അടുത്തതിൽ 20%, 60ന്റെ 20%, 12. ദെൻ പ്രാക്ടിക്കലിന്റെ 10%, 5. സോ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴായിരിക്കും അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, ഇത് കൂട്ടുമ്പോൾ 17, 17, 21, 48, 38, 38, 32, 70. ആക്ച്വലി 70% ആയിരിക്കും ഇതിന്റെ ടോട്ടൽ അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.